അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിവന്ദരായ ഗുരുനാഥരെ, ഈ മഹത്തായ നബിദിന സമ്മേളനത്തിൽ പങ്കെടുത്ത മാന്യ സഹോദര സഹോദരിമാരെ, മറ്റ് ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ കാലത്തെ അതിജയിച്ച ഗ്രന്ഥം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. 1400 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും അജയ്യമായി നിലനിൽക്കുകയാണ് വിശുദ്ധമായ ദൈവിക ഗ്രന്ഥം. മന്നാന്റെ മട്ടുപ്പാവിൽ നിന്ന് മാലാഖമാരുടെ അകമ്പടിയോടെ പുണ്യ പ്രവാചകൻ ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ കാലത്തിനും ലോകത്തിനും മീതെ തൂവെളിച്ചം തൂകിയാണ് നിൽക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസായ വിശുദ്ധ ഖുർആൻ അറിയുന്തോറും വിസ്മയം സൃഷ്ടിക്കുന്ന അമൂല്യ ഗ്രന്ഥമാണ് എന്നതാണ് സത്യം. വിശുദ്ധ ഖുർആനിന്റെ മാസ്മരികതക്ക് മുമ്പിൽ തലകുനിഞ്ഞുപോയ എത്ര ബുദ്ധിജീവികളും മഹത്തുക്കളുമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന വില്ലാളി വീരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ പുറപ്പെടുകയും സഹോദരിയും ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചതറിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ആ വിശുദ്ധ ഖുർആനിന്റെ വശ്യസുന്ദരമായ പാരായണം കേൾക്കുകയും മാനസാന്തരം സംഭവിക്കുകയും ചെയ്തത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. ആധുനിക കാലത്തും അഭ്യസ്ത വിദ്യരുടെ ഒരു പട തന്നെ ഇത്തരത്തിൽ ആകൃഷ്ടരായ വിശുദ്ധ ഇസ്ലാമിന്റെ ഷാദിലത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ജബലുന്നൂർ പർവ്വതത്തിലെ ഹിറ ഗുഹയിൽ നിന്ന് തുടങ്ങിയ വിശുദ്ധ ഖുർആനിന്റെ വിപ്ലവ വീര്യം ആർക്കും തകർക്കാനാവാത്ത വിധം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞു വെക്കാത്ത തത്വചിന്തകളോ അറിവുകളോ ഇല്ല എന്നതാണ് സത്യം. ശാസ്ത്രലോകം പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുമെങ്കിലും അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഖുർആൻ പറഞ്ഞു വെച്ചതാണെന്ന് കാണുമ്പോൾ ലോകം മുഴുവനും അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇത്രമാത്രം എല്ലാ നിലക്കുമുള്ള അറിവുകൾ മുഴുവനും അടങ്ങിയ വേറെ ഒരു ഗ്രന്ഥം കാണാനാവുമോ? ഇല്ല എന്നതാണ് സത്യം. എന്നാൽ ഇത്രയധികം മഹത്തരമായ ഒരു ഗ്രന്ഥം നമ്മുടെ കൈകളിലുണ്ട് എന്നല്ലാതെ അതിൻ്റെ യാഥാർത്ഥ മഹത്വം തിരിച്ചറിയാനോ അതിൻ്റെ സാരാംശം മനസ്സിരുത്തി പഠിക്കാനോ നമ്മൾ ശ്രമിക്കുന്നില്ലത് എന്തുമാത്രം ഖേദകരമാണ്. ഏറ്റവും ചുരുങ്ങിയത് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അതിൻ്റെ താളുകൾ ഒന്ന് മറിച്ചു നോക്കാൻ നമ്മിൽ എത്ര പേർ സന്നദ്ധരാകുന്നു എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. മൊബൈൽ റീചാർജിംഗ് ഓഫറുകൾ തേടി അലയുന്ന നമുക്ക് മുമ്പിൽ ഒരക്ഷരം ഓതിയാൽ 10 നന്മകൾ ലഭിക്കുന്ന ഖുർആൻ ഉണ്ടായിട്ടും അവസരം ഉപയോഗപ്പെടുത്താൻ നാം തയ്യാറാവുന്നില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ ഖുർആനുമായി അടുപ്പിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മത്സരം തുടരുന്നു. നെക്സ്റ്റ് ചെസ് നമ്പർ 127. ഈ മത്സരം കഴിഞ്ഞാൽ സബ് ജൂനിയർ വിഭാഗം മലയാള പ്രസംഗ മത്സരമാണ് നടക്കുന്നത്.